കുട്ടികളെ, ഡെയ്സി ചെടി എന്ന പാഠഭാഗത്തിലെ അവസാന പ്രവർത്തനമായ ലഘു ഉപന്യാസം തയ്യാറാക്കാം എന്ന പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ നോട്ട് ബുക്കിൽ ചെയ്തിരുന്നത്. ടീച്ചർ അയച്ചു തന്ന ഉപന്യാസം എല്ലാവരും നോട്ട് ബുക്കിലേക്ക് എഴുതിയിട്ടില്ലേ? ഇനിയും എഴുതാത്തവരുണ്ടെങ്കിൽ അത് നിർബന്ധമായും എഴുതണം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കേരള പാഠാവലി എന്ന പാഠപുസ്തകമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അടിസ്ഥാന പാഠാവലി എന്ന പാഠപുസ്തകമാണ്. നിങ്ങൾക്ക് 2 ടെക്സ്റ്റ് ബുക്കുകൾ തന്നിരുന്നു. എല്ലാവരുടെ കയ്യിലും ആ 2 ടെക്സ്റ്റ് ബുക്കുകളും ഇല്ലേ? എല്ലാവരും അടിസ്ഥാന പാഠാവലി എന്ന പാഠപുസ്തകം എടുത്തു വെക്കുക. അടിസ്ഥാന പാഠാവലിയിലെ 1ാമത്തെ യൂണിറ്റാണ് കളിയല്ല കളി. ഈ യൂണിറ്റിൻ്റെ തുടക്ക ഭാഗത്ത് ഒരു കുട്ടിയുടെ കളി അനുഭവമാണ് നൽകിയിരിക്കുന്നത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് ഫുട്ബോൾ കളി, അതും ആൺകുട്ടികളെ എതിർത്ത്. ഇതുവരെ കളിക്കാത്തതുകൊണ്ട് വെറുതെ ബോൾ തട്ടിക്കളയാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കളി തുടങ്ങിയതും ആൺകുട്ടികൾ കളി തുടങ്ങി. അപ്പോൾ മനസ്സിലായി ഇതത്ര എളുപ്പമൊന്നുമല്ലെന്ന്. ഞങ്ങളുടെ കളി കണ്ട് മാഷ് ഞങ്ങളോടൊപ്പം ചേർന്നു. മാഷൊരു അടി അങ്ങ് അടിച്ചു കൊടുത്തു. അപ്പോഴല്ലേ രസം. പന്തിന് പകരം മാഷിന്റെ ചെരുപ്പ് പോസ്റ്റിലടിച്ച് ഗോളായി. ഒരു കുട്ടിയുടെ കളി അനുഭവം വായിച്ചുവല്ലോ. നിങ്ങളും ധാരാളം കളിക്കുന്നവരാണ്. വീട്ടിലും സ്കൂളിലും കൂട്ടുകാരത്ത് നിങ്ങൾ കളിക്കാറുണ്ട്. വീട്ടിൽ ഒറ്റയ്ക്കും ചില കളികൾ കളിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ ഏതെങ്കിലും ഒരു കളി അനുഭവം പറഞ്ഞു നോക്കിയാലോ? ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങൾ ഓർത്തിരിക്കുന്ന ഒരു കളി അനുഭവം എഴുതേണ്ടതാണ്. A4 ഷീറ്റിൽ എഴുതിയാൽ മതി. നമുക്കതൊരു പതിപ്പാക്കി മാറ്റാം. അപ്പം എല്ലാവരും A4 ഷീറ്റ് എടുത്ത് അതിൻ്റെ 4 സൈഡും മാർജിനൊക്കെ വരച്ച് നിങ്ങളുടെ കളി അനുഭവം എഴുതേണ്ടതാണ്. നിങ്ങളുടെ കളി അനുഭവം എഴുതിയതിന് ശേഷം ടോമോയിലെ കായികമേള എന്ന ഈ പാഠഭാഗം എല്ലാവരും വായിക്കണം. കഴിഞ്ഞ ദിവസം ഇത് വായിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. കുറച്ച് കുട്ടികളെ അത് വായിച്ചിട്ടുള്ളൂ. എങ്കിലും എല്ലാവരും ഒന്നുകൂടി ഈ പാഠഭാഗം വായിക്കേണ്ടതാണ്.